ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ലൈവ് പറയുന്ന വിഷയം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിദ്യാഭ്യാസം നിങ്ങൾ ചെയ്യണം, എങ്ങനെയുള്ള വിദ്യാഭ്യാസം ചെയ്യണം, എന്ത് വിദ്യാഭ്യാസം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പരീക്ഷയൊക്കെ തുടങ്ങാൻ പോവാം. 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾ. അപ്പൊ അവരിത് കൃത്യമായി മനസ്സിലാക്കണം. ഒരു ഇനിയത്തെ വിദ്യാഭ്യാസം, ഇനി വരുന്ന ഒരു 10, 12, 15 വർഷത്തേക്ക് എത്തരത്തിലുള്ള വിദ്യാഭ്യാസം ആയിരിക്കും ആവശ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇന്ന് ഞാൻ ആ ഒരു ടോപ്പിക്കിലോട്ട് വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? ഇന്ന് നിയമോളും അമ്മയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മോക്ക് ഗുണകരമായ ഒരു കാര്യം പറയാം എന്ന് വിചാരിച്ചോണ്ടാ. അതായത് അടുത്ത 10 വർഷത്തേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്ത് വിദ്യാഭ്യാസമാണ് ഒരു കുട്ടി പഠിക്കേണ്ടത്. ഞാൻ മോളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, മോക്ക് എന്തുണ്ടാവണം? കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെലക്റ്റീവായ വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ പറയുന്നത് മാർക്കിന് വേണ്ടി പഠിക്കുന്ന സിസ്റ്റത്തെ പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത്. പിന്നോ ഒരു കാര്യം ആദ്യം പഠിപ്പിക്കാം. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ UGC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നോളജ് പ്ലസ് സ്കിൽ പ്ലസ് വാല്യൂസ് ആണ്. മനസ്സിലാവുന്നോ? ഇനി ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കാൻ പോവാം. ഇനി വരുന്ന കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസത്തെ നമ്മുടെ ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് മനസ്സിലായോ? വാല്യൂസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോ പറയുന്നു സ്കിൽ പ്ലസ് ടെക്നോളജി പ്ലസ് വാല്യൂസ്. സ്കിൽ പ്ലസ് ടെക്നോളജി പ്ലസ് ഹ്യൂമൻ വാല്യൂസ്. ഇതായിരിക്കണം ഇനി വരുന്ന വിദ്യാഭ്യാസം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നടക്കും, ഇതാണ് ഇതിന്റെ ഇതൊന്നും ഞാൻ വിചാരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നു എത്തരത്തിലുള്ള ടെക്നോളജിക്കൽ വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് ആവശ്യം. മനസ്സിലാവുന്നു? ഇതിനകത്ത് നോക്കി നടക്കാം. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ബേസ്. എങ്ങനെ വേണം? അപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് ഏതൊക്കെയാന്ന് പറയാമോ? കോഡിങ് പറയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. വേറെ എന്താ പറയാം? സൈബർ സെക്യൂരിറ്റി. വേറെ പറയാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. പഠിച്ചൂടെ? അതിന്റെ ബേസിക് പഠിച്ചൂടെ? അപ്പം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓൺലൈൻ സേഫ്റ്റി. അപ്പം ഇതൊക്കെ എന്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാം? ഡിജിറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ബേസ്. അപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കേണ്ടതായ, പക്ഷെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം അക്കാഡമിക്കൽ പ്ലസ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പുതിയ സിസ്റ്റം എന്താണ്? ടെക്നോളജി പ്ലസ് സ്കിൽ പ്ലസ് ടെക്നോളജി പ്ലസ് വാല്യൂസ്. മനസ്സിലാവുന്നു? പഴയത് എന്താന്ന് പറഞ്ഞ നോളജ് പ്ലസ് സ്കിൽ പ്ലസ് വാല്യൂ. അതിൽ നിന്ന് നമ്മളിപ്പോ എങ്ങോട്ട് പോയി? ടെക്നോളജി ആഡ് ചെയ്ത് സ്കില്ലിന്റെ കൂടെ. മനസ്സിലായോ? നമുക്കൊരു സ്കില്ലുണ്ട്, മുടി വെട്ടാൻ ഒരു സ്കില്ലുണ്ടെന്ന് വെച്ചോ. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മോൾഡ് ചെയ്യാനുള്ള സ്കിൽ. പക്ഷെ ഇതിനകത്തെല്ലാം ടെക്നോളജി കൊണ്ടുവരണം ഇന്നത്തെ കാലത്ത്. മനസ്സിലാവുന്നു? അപ്പൊ ഇത്രയും ഒരു പോയിന്റ് കിട്ടിയോ? അടുത്ത ഒരു കുട്ടി പഠിക്കണ്ട, നമ്മളിത് മൊത്തം കൃത്യമായി കാണാതെ തന്നെ പഠിക്കണം. സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ എന്താണ്? ഡിജിറ്റൽ ആൻഡ് ടെക്നോളജീസ് ബേസസ് ആ ഒരു കുട്ടി പഠിക്കേണ്ടത്. അടുത്ത് വേണ്ട എന്താന്ന് വെച്ചാൽ എമർജിംഗ് ടെക്നോളജീസ് ഉണ്ട്. അതൊന്ന് പറയാം. എമർജിംഗ് ടെക്നോളജി ഏതൊക്കെയാണ്? റോബോട്ടിക്. അടുത്ത വേറെ ഏതുണ്ട്? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അളവ് എന്താണ്? വളരെ കുറവാണ്. അവിടെ ഓട്ടോമേഷൻ പ്രോസസ്സാണ് കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ PhD എടുക്കുന്ന ടോപ്പിക് ഉണ്ട് AR പ്ലസ് AR ആൻഡ് VR. യഥാർത്ഥത്തിൽ AR ഉം VR ഉം ഒക്കെ ഭയങ്കര അഡ്വാൻസ്മെന്റാ. അതെങ്ങനെയാന്ന് ചോദിച്ചാലേ, നമ്മൾ ഈ കുണുക്കുമലയിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടോ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യഥാർത്ഥത്തിൽ ടൂറിസത്തിനകത്തൊക്കെ ഇതിന്റെ ഭയങ്കര അഡ്വാൻസ്മെന്റാ. മനസ്സിലായോ? AR ഉം VR ലൂടെ ഡെസ്റ്റിനേഷൻ ഫൈൻഡ് ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി ഹെൽപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിൽ ഇതിനകത്തുള്ള സർവീസ് മാർക്കറ്റിംഗിനകത്ത് എന്തോ ഹെൽപ്പ്. അപ്പൊ അതായത് നമ്മള് ഇപ്പൊ ഭീമ ജുവലേഴ്സ് ഈസ് യൂസിങ് ദാറ്റ് ടെക്നോളജി. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഈസ് യൂസിങ് ദാറ്റ് ടെക്നോളജി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിം കളിക്കുന്ന എല്ലാം VR ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നത്. ഇപ്പൊ അതിന്റെ AR ന്റെ സഹായോടെ വന്നിട്ടുണ്ട്. AR വെച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളൊരു റൂമില് നമ്മൾ മെത്ത ഇടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വാച്ച് മേടിക്കുന്നു. അത് നമ്മുടെ കൈ വന്ന് കിടക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി ഓഗ്മെന്റഡ് റിയാലിറ്റി ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൂമുകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ഭീമ ജുവലേഴ്സ് അവരുടെ ഗോൾഡ് സെറ്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ന്യൂസ് 24 അവന്മാരെല്ലാം, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽസ് ഒക്കെ എന്തോ ചെയ്യുന്നുണ്ട്,
AR യൂസ് ചെയ്യുന്നുണ്ട്. ഐഡിയ കിട്ടിയോ? യെസ്. അതോടൊപ്പം തന്നെ IoT എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 3D പ്രിന്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫാബ്രിക്കേറ്റിംഗ് ഉണ്ട്. അതായത് മനുഷ്യന്റെ ഒക്കെ രൂപം എന്തോ ഇവരുണ്ടാക്കി തരും. മനസ്സിലായോ? പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായ രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്നായിപ്പോയി. അതുപോലെ തന്നെ ഡ്രോൺ ടെക്നോളജി, അതെന്താണ്? ഒരു ഇന്നോവേഷനാ. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ ചെയ്യാവുന്ന ഒന്നാമത്തെ പപ്പ എന്ത് പറഞ്ഞേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ടെക്നോളജി പറഞ്ഞു. രണ്ടാമത്തെ എന്ത് പറഞ്ഞു? എമർജിംഗ് ടെക്നോളജി, ഭാവിയിൽ എങ്ങനെ ഉണ്ടാവണം. പിന്നെ വേറെ എന്ത് പറഞ്ഞേ? അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഡ്രോൺ ടെക്നോളജി, അതും ഈ എമർജിംഗ് ടെക്നോളജിയിൽ ഒന്നാണ് ഡ്രോൺ ടെക്നോളജി. ഡ്രോൺ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഡ്രോൺ ടെക്നോളജിക്ക് വേണ്ടി കൊട്ടാരക്കരയിൽ ഇത്ര കോടി രൂപ വെച്ച് ആൾക്കാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്ന പോലെ പറഞ്ഞു. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണത്. മനസ്സിലായോ? ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഡ്രോൺ എന്ന് പറയുന്ന സാധനം അത് ഡിഫൻസിലായിക്കോട്ടെ, ഫുഡ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, മെഡിക്കൽ ആയി, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഡ്രോൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്താൽ മെഡിക്കൽ ഡോക്ടേഴ്സിനൊക്കെ പകുതി നേഴ്സുമാരുടെ ജോലി അവിടെ തീർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളുടെ ജോലി. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യം ആക്യുറേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതിന് കൊണ്ടുവരുന്നതിന് അത് വെരി ഗുഡ്. പിന്നെന്താണ്? സസ്റ്റൈനബിലിറ്റി ആൻഡ് അതൊരു ഇമ്പോർട്ടന്റ് ആണ്. സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണം. മനസ്സിലാവുന്നു? സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രീൻ സ്കിൽസ് കൊണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആവശ്യകതയാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം നമുക്കുണ്ടാകും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് എന്തിനെ പറ്റി പഠിക്കാം? ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നിങ്ങൾക്ക് പഠിച്ചൂടെ? എൻവയോൺമെന്റൽ സ്റ്റുഡൻസ്, അതായത് എൻവയോൺമെന്റിനെ പറ്റി പഠിച്ചൂടെ? അങ്ങനെ ഒരു വിദ്യാഭ്യാസം. റിന്യൂവബിൾ എനർജിയെ പറ്റി പഠിച്ചൂടെ? പിന്നെ സോളാറിനെ പറ്റി, വിൻഡിനെ പറ്റി പഠിച്ചൂടെ? റീയൂസ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി പഠിച്ചൂടെ? അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് റീസൈക്കിളിനെ പറ്റി പഠിച്ചൂടെ? അപ്പൊ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനെ പറ്റി പഠിച്ചൂടെ? വാട്ടർ കൺസർവേഷനെ പറ്റി പഠിച്ചൂടെ? അപ്പൊ ഇതൊക്കെ എന്താണ്? സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രീൻ സ്കിൽസ്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ അക്കാഡമിക് സൈഡിനോടൊപ്പം തന്നെ കാര്യങ്ങളാ. ഐഡിയ കിട്ടുന്നോ? അങ്ങനെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പം പപ്പ പറഞ്ഞ ഈ ഓരോ പോയിന്റ്സുകൾ ആലോചിക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ ലൈഫ് സ്കിൽസ് ഉണ്ടല്ലോ. ലൈഫ് സ്കിൽസ്, നമ്മുടെ ജീവിതത്തിൽ കുറെ സ്കില്ലുകൾ നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ഇന്റലിജൻസ് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. അതെന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രിട്ടിക്കൽ തിങ്കിങ്. നിങ്ങൾ അത് പഠിച്ചൂടെ? ആ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. ക്രിട്ടിക്കൽ തിങ്കിങ് പഠിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ആൻഡ് പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് പഠിപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ നെസസിറ്റി വളരെ വലുതാകുമ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇതാവത്തില്ല. മനസ്സിലായില്ല? മീൻസ് ഇത്രയും നമുക്ക് റിസോഴ്സസ് ഉള്ള ടൈമിലും ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ AI ആണ് ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? അത് കാര്യം എന്താന്ന് ചോദിച്ചാൽ, ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാതെ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തോന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് നിങ്ങൾ പറയാം. ഈ മെഷീൻ എല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെഷീനെ ആ രീതിയിലോട്ട് കൊണ്ടുവരുന്ന ആരാ? ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ബട്ട് ഈ റീസോഴ്സസിന്റെ എണ്ണം കൂടുമ്പോ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുവരുമല്ലോ. അപ്പോ അവർക്കിടയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് അവരിത് മാത്രം യൂസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അവരുടെ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് കാൽക്കുലേഷൻസിനൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്താണെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. അതായത് നിങ്ങൾ ഈ പറയുന്ന അക്കാഡമിക് ആയിട്ടുള്ള സംഭവങ്ങളെ കളയുന്നില്ല. പക്ഷേ ഇതായിരിക്കണം ഞാനിപ്പോ പറയുന്ന എല്ലാം നിങ്ങളുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അക്കാഡമിക് ആയിട്ടുള്ള ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം ഫ്യൂച്ചറിൽ. ആ വിദ്യാഭ്യാസം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടെങ്കിലേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ റോബോട്ടിക് പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് ഇവിടെയാണ് ഇത്തരത്തിലുള്ള പപ്പ പറഞ്ഞ ഏതെങ്കിലും കോഴ്സ് ഡ്രോൺ ടെക്നോളജിയെ പറ്റി പഠിപ്പിക്കുന്നത് ഇവിടെ IoT എവിടെ പഠിപ്പിക്കുന്നത്? അതോടൊപ്പം തന്നെ 3D പ്രിന്റിങ്ങിനെ പറ്റി ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ AR VR അവിടെ പഠിപ്പിക്കും. ഒന്നും ഇതെവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ അല്ല. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾ കണ്ടെത്തി പഠിക്കണമെന്നാണ് പപ്പ പറയുന്നത്. നിങ്ങളുടെ അക്കാഡമിക്കിനോടൊപ്പം തന്നെ ഇതൂടെ കൊണ്ടുവരാൻ പറ്റണം. ഐഡിയ കിട്ടിയോ ഇല്ലയോ? അപ്പൊ ആ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക് വേണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരാവാൻ പറ്റും. ടീം വർക്ക്, അതുപോലെ തന്നെ നല്ലൊരു മാനേജർ ആവാൻ പറ്റും. ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റി പഠിക്കാൻ പറ്റും. ഇതൊക്കെയെന്ന് പറയുന്ന പപ്പ പറയുന്നത് ലൈഫ് സ്കിൽസ് ആൻഡ് ഹ്യൂമൻ ഇന്റലിജൻസിനകത്ത് പറയാം. ഹ്യൂമൻ ഇന്റലിജൻസിനകത്ത്, ലൈഫ് സ്റ്റൈലിനകത്തും ലൈഫ് സ്കില്ലിനകത്തും പപ്പ പറയുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളുകളിൽ വളരെയേറെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യുമോ? ഇംഗ്ലീഷ് ലോക്കൽ ലാംഗ്വേജസ് പഠിക്കണം. മനസ്സിലാവുന്നോ?
അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റി പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്ട്രെസ് മാനേജ്മെന്റ് കൃത്യമായി പഠിക്കേണ്ട ഒരു സാധനമാണ് കുട്ടികൾ. മനസ്സിലാവുന്നോ? സ്ട്രെസ് മാനേജ്മെന്റും മെന്റൽ എബിലിറ്റീസ് അതിനെപ്പറ്റി പഠിക്കണം. അതായത് മെന്റൽ വെൽബീയിങ്സിനെ പറ്റി പഠിക്കാം. അതായത് എങ്ങനെ മനസ്സിനെ തൃപ്തികരമാക്കി കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള അതിനെപ്പറ്റി പഠിക്കണം. മനസ്സിലാവുന്നു? ലീഡർഷിപ്പിനെ പറ്റി പഠിക്കണം, ടീം വർക്കിനെ പറ്റി പഠിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാനേജീരിയൽ സ്കില്ലാണ്. അപ്പൊ മനസ്സിലാവുന്നോ? ഇനിയെന്ന് പറഞ്ഞ ഒരു ഫ്യൂച്ചർ കരിയർ ഓറിയന്റേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അങ്ങനെയുള്ളവരെണ്ണം പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള പറയാനാണ് എന്റർപ്രണർഷിപ്പ്. കറക്റ്റ് അല്ലേ? ഒരു എന്തായി മാറാൻ പറ്റും? ഇത് ചെയ്തൂടെ? എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാം നിങ്ങൾ പഠിച്ചൊരു കാര്യവുമായി ബന്ധപ്പെട്ട്. അതോടെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി നേടാം. എങ്ങനെയാണ് പൈസ ഈ സമ്പാദ്യം? എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല. ആൾക്കാർ അതിനെപ്പറ്റി പഠിക്കുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സംഭവം അല്ലേ? പഠിക്കാമോ? നിങ്ങളുടെ ജോലിയുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലയോ? ഫ്രീലാൻസിങ് സ്കിൽസ് ഇഷ്ടം പോലെ ഇല്ലയോ? പഠിക്കാമോ? അത് ജിഗ് എക്കണോമി അവയർനെസിനെ പറ്റി ഞാൻ ഇന്ന് പാപ്പ രാവിലെ പറഞ്ഞ പോലെ അതിനെപ്പറ്റി പഠിച്ചൂടെ? പഠിക്കാം. ഇനി ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ചെയ്തൂടെ? എന്താ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ? ഡിസൈൻ ചെയ്യാൻ പഠിച്ചൂടെ? മീഡിയ ലിറ്ററസി പഠിച്ചൂടെ? വീഡിയോ എഡിറ്റിംഗ് പഠിച്ചൂടെ? ഇതെല്ലാം നിങ്ങളുടെ ജോബിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പഠിക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ക്രിയേറ്റിവിറ്റി പ്ലസ് ഇന്നോവേഷൻ. മനസ്സിലായോ? നിങ്ങൾക്ക് പിന്നെ വേറെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടുകൾ പഠിച്ചൂടെ? പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ടെക്നോളജിയെ പറ്റി പഠിച്ചൂടെ? അപ്പൊ ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇനിയും പറ്റും. ഗ്ലോബൽ അവയർനെസ് എന്ത് ചെയ്യാൻ പറ്റും? ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂടെ? പറ്റത്തില്ലേ? ഇപ്പൊ നമ്മുടെ മൺ പഠിക്കുക. ജർമ്മൻ പഠിച്ചിട്ട് പുറത്ത് പോകുന്നില്ലേ? 5 ജർമ്മൻ, ഫ്രാൻസ്, ജാപ്പനീസ് ഭാഷകൾ പഠിച്ചിട്ട് പോകുന്നുണ്ട്. മനസ്സിലാവുന്നോ? അവിടെ പോയി അവിടെ ഡെവലപ്ഡ് കൺട്രീസ് ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സർവീസ് ചെയ്യാൻ പറ്റുന്നതിന് അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചിട്ട് പോയാൽ പോലും അവിടെ ജോലിയാ. ഐഡിയ കിട്ടുന്നു. ഗ്ലോബൽ കൾച്ചർ പഠിച്ചൂടെ? അവരുടെ എത്തിക്സിനെ പറ്റി പഠിച്ചൂടെ? അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ടൂറുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ തന്നെ ടൂർ ഓപ്പറേറ്റർ ആയിട്ട് മാറിക്കൂടെ? ടൂർ ഗൈഡ് ആയിട്ട് മാറിക്കൂടെ? എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഒരു ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ പറ്റി പഠിച്ചൂടെ? ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോകാൻ പറ്റും? നിങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനിയെന്ന് പറഞ്ഞാൽ ഹെൽത്ത് സയൻസിലാണ്. ഹെൽത്തിനകത്ത് എന്തൊക്കെ പഠിക്കാം? ഹെൽത്തിനകത്ത് ബയോ ഫ്യൂച്ചറിനെ പറ്റി പഠിക്കാം. പഠിച്ചൂടെ? അതുപോലെ തന്നെ സയൻസ് പഠിക്കാം, ഹെൽത്തിനെ പറ്റി പഠിക്കാം. ഹെൽത്ത് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക് ബയോടെക്നോളജിയെ പറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അവയർനെസ് ഓഫ് ന്യൂട്രീഷനെ പറ്റി നമുക്ക് കാര്യങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. ഹെൽത്ത് ലൈഫ് സ്റ്റൈൽസ് മനസ്സിലായോ? ന്യൂട്രീഷൻസ് ആൻഡ് ഹെൽത്ത് ലൈഫ് സ്റ്റൈൽസ്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള സ്പോർട്സ് സയൻസസ് ഇഷ്ടം പോലെ ഉണ്ട്. ഐഡിയ കിട്ടുന്നു. അപ്പൊ അത് ആ കാര്യത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ബേസിക് ഫസ്റ്റ് എയ്ഡിനെ പറ്റി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആക്കാണ് ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറിന് പ്ലസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ പറ്റി പഠിക്കും. ഇതെല്ലാം നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്? അപ്പം ഇതെല്ലാം നിങ്ങളുടെ അക്കാഡമിക്കിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ പക്ഷെ ഇതെല്ലാം ഓർത്തോ, പഴയ കോഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇന്നത്തെ കാലത്ത്? അപ്പൊ ഇനി വരാൻ പോകുന്ന 10 വർഷം ഇതാ വരാൻ പോകുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് അഗ്രികൾച്ചർ എല്ലാം എന്തായിരിക്കണം? സ്മാർട്ടായി മാറണം. എയുടെ സഹായത്തോടുള്ള അഗ്രികൾച്ചർ ഒക്കെ ആയിരിക്കണം കാണുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ ഇത്രയും ഒരു കാര്യം ഒന്ന് ആഴ്ച ഈ അക്കാഡമിക് ലേണിംഗിന്റെ കൂടെ ഒരു 4 പാരലായിട്ടുള്ള കോഴ്സുകൾ നിങ്ങളൊന്ന് പഠിച്ചേക്കണം. ഒന്ന് നിങ്ങൾ അതായത് ഒന്നാമത്തത് കോർ നോളജ്. കോർ നോളജ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ? അക്കാഡമിക്, ഫിസിക്സ്, അതായത് സയൻസ്, സോഷ്യൽ, മാത്സ്, അങ്ങനെയുള്ള എല്ലാ സംഭവവും നിങ്ങൾ പഠിച്ചു. അതുകൊണ്ട് രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ട ഫ്യൂച്ചർ സ്കിൽസിനെ പറ്റി പഠിക്കണം. എന്താണ് ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങളൊരു കൺസെപ്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഒരു കൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ലൈഫ് മൈൻഡ്. മനസ്സിലാവുന്നു? ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് മൈൻഡ്, അതായത് അത് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സൊസൈറ്റി സ്കിൽസ് നമുക്ക് ചെയ്തുകൂടെ അതിന്റെ കൂടെ? അപ്പൊ ഒന്ന് നിങ്ങൾ അക്കാഡമിക് പഠിച്ചു, 2 നിങ്ങൾ ഫ്യൂച്ചർ സ്കിൽസിനെ പറ്റി പഠിച്ചു, ടെക്നോളജിയെ പറ്റി പഠിച്ചു, ലൈഫ് മൈൻഡിനെ പറ്റി പഠിച്ചു, പിന്നെ ഏറ്റവും അവസാനം കരിയറിനെ പറ്റി പഠിക്കും. കരിയർ ആൻഡ് എന്താ പറയുന്നത് ഇന്നോവേഷൻ പാത്ത്. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലായിട്ട് നിങ്ങൾക്ക് 4 എണ്ണമാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയേണ്ടത്. മനസ്സിലായോ? ഇപ്പം ഒരു ഐഡിയാസ് കിട്ടിയോ?
അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും എന്തോ അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ സ്റ്റഡീസിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇത് നിങ്ങൾക്ക് ഇത് എത്രയും മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാ ആണോ അല്ലയോ? ആണ്. ഇത് ആയാൽ കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, നേട്ടം ഉണ്ടാവും. നിങ്ങൾക്കൊരു നേതാവാകാൻ പറ്റും. നിങ്ങൾ സയൻസിനെ പറ്റി പഠിക്കും, നിങ്ങൾ ടെക്നോളജിയെ പറ്റി പഠിക്കും, നിങ്ങൾ ഡ്രോൺ ടെക്നോളജിയെ പറ്റി പഠിക്കും. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 1ാം ക്ലാസ് തൊട്ടേ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പഠനത്തോടൊപ്പം ഫിനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി പഠിക്കാൻ പറ്റും. ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. മനസ്സിലായോ?